കേസ് ഇതിലും വലിയ കോടതിയിൽ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അയ്യപ്പന്റെ കോടതിയിലാണ്. ഭക്തരോടൊപ്പം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ആ വിഷയം 7 വർഷങ്ങൾക്കപ്പുറത്തെ പരിഹരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. കാരണം ഇത്രയും ഭക്തർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാക്കുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അയ്യപ്പസ്വാമി കൂടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പിന്നീട് ആർക്കും വരണമെന്ന മോഹം തോന്നാഞ്ഞത്? പിന്നീട് എന്ത് ഭരണകൂടത്തിനും അതിലേക്ക് പോകണം എന്ന് തോന്നാഞ്ഞത്? അപ്പൊ അവിടെ തീർച്ചയായും ഇതിലും വലിയ, സുപ്രീം കോടതിയിലും വലിയ കോടതിയിൽ ആ വിഷയം ഭക്തജനങ്ങൾ കണ്ണീരോടുകൂടി അവരുടെ അപ്പീല് അയ്യപ്പസ്വാമി പരിഗണിച്ചിട്ടുണ്ട്. അത് 7 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനമായിട്ടുണ്ട്. യുവതീ പ്രവേശനം എന്നത് അടഞ്ഞ അധ്യായമാണ്. ഒരു യുവതികൾക്കും ഇപ്പൊ പോകാനുള്ള ആഗ്രഹമില്ല. അതാണ് ഒന്നാമത്തെ സത്യം. അന്ന് ഒരുപക്ഷെ ഭരണകൂടം കെട്ടിവലിച്ച് കൊണ്ടുവന്ന ചില ആക്ടിവിസ്റ്റുകൾ എന്ന വേഷം കെട്ടുകാർ ഒഴിച്ച് ഭക്തർക്കാർക്കും അന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നും അത് ആവശ്യമില്ല, എന്നും അത് ആവശ്യം ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ അത് അടഞ്ഞ അധ്യായമാണ്. അയ്യപ്പസ്വാമിയുടെ വിധിക്കപ്പുറം മറ്റൊരു വിധി ഉണ്ടാകില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ശക്തമായ നിയമ പോരാട്ടത്തിന് ശബരിമല കർമ്മസമിതി അന്നും ഇന്നും അത് കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. വളരെയധികം നന്ദി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.